എല്ലാ സഭകളിലും പറയുന്ന ഒരു വളരെ പ്രധാനമായ കാര്യമാണ്. നമ്മളൊക്കെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ സ്നാനം സ്വീകരിച്ചാലേ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ എന്നാണ് എല്ലാ സഭകളും പറയുന്നത്. അത് വളരെ കറക്റ്റായ കാര്യമാണ്. നമ്മൾ ദൈവത്തിൽ നിന്ന് സ്നാനം സ്വീകരിച്ചില്ല എങ്കിൽ ഒരുവനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് വളരെ വ്യക്തമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം എഴുതിയിട്ടുണ്ട്. ഇവിടെ യേശു തന്നെ പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ഹല്ലേലൂയ, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ ദൈവരാജ്യം കാണണമെങ്കിൽ, ദൈവരാജ്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കണമെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ യേശുവിൽ നിന്നുള്ള സ്നാനം സ്വീകരിച്ചിരിക്കണം. സ്നാനം സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. ഇന്ന് പലർക്കും വിഷമം തോന്നുന്ന ഒരു കാര്യമാണ് ഈ സ്നാനം എന്ന് പറയുമ്പോൾ. ചിലർക്ക് വളരെ വേദനാജനകമാണ്. ഈ സ്നാനം എന്താ സ്നാനം? സ്നാനപ്പെട്ടില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പോകാൻ കഴിയത്തില്ലയോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകാം. പക്ഷെ എന്താണ് സ്നാനം? പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയ മക്കൾക്ക് വേണ്ടി ദൈവമായിരുന്നിട്ടും മനുഷ്യാവതാരം ചെയ്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി ശരീരത്തിൽ പീഡനങ്ങൾ ഏറ്റ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നതാണ് സ്നാനം. പാപം ചെയ്ത നമ്മൾ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തിയ മക്കളാണ് നമ്മൾ. യേശു നമുക്ക് വേണ്ടി പരിഹാരം ചെയ്തു, ചേർന്ന് അവൻ്റെ ഇഷ്ടം അവനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് അവനോടുകൂടെ ഉയർത്തെഴുന്നേക്കുന്നതാണ് സ്നാനം. നമ്മൾ വചനത്തിലൂടെ യേശുവിനോട് ചേരുന്നതാണ് സ്നാനം. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ചു, കർത്താവ് പറയാ, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. എങ്ങനെ ജനിക്കണം? നീ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. വെള്ളം എന്ന് പറയുന്നത് തിരുവചനമാണ്, ദൈവത്തിൻ്റെ വചനമാണ്. വചനം കേട്ട് നീ മാനസാന്തരപ്പെട്ട ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നവനാണ് സ്നാനം സ്വീകരിക്കുന്നത്. എങ്ങനെയുള്ള മക്കളാണ് നമ്മൾ സ്നാനം സ്വീകരിക്കേണ്ടത്? പാപം നിറഞ്ഞ മനുഷ്യനായിരുന്ന നമുക്ക് വീണ്ടെടുത്ത ക്രിസ്തുവിനോട് നമ്മൾ ആയിരിക്കണമെങ്കിൽ എഫേസ്യസ് ലേഖനം 2-ാം അധ്യായത്തിൽ അതിൻ്റെ 1 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും നമ്മൾ എങ്ങനെയുള്ള മനുഷ്യരായിരുന്നു, എങ്ങനെയുള്ള മനുഷ്യരാണ് സ്നാനപ്പെടേണ്ടത്, ക്രിസ്തുവിനോട് ചേരേണ്ടത് ആരാണ് എന്ന് എഫേസ്യസ് ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ കാണുവാൻ പറ്റും. അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു. അപരാധങ്ങളും പാപങ്ങളും മൂലം നിങ്ങൾ ഒരിക്കൽ മൃതരായിരുന്നു. പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തിയ മക്കളായിരുന്നു. അന്ന് ഈ ലോകത്തിന്റെ ഗതി പിന്തുടർന്ന് അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അന്തരീക്ഷ ശക്തിയുടെ അധീശനെ അനുസരിച്ചാണ് നമ്മൾ നടന്നിരുന്നത്. അനുസരണക്കേണ്ട മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിന്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ജഡപ്രകാരം ജീവിച്ചു, ലോകപ്രകാരം ജീവിച്ചു, മയക്കുമരുന്ന് ജീവിച്ചു, മദ്യത്തിൽ ജീവിച്ചു, പരദൂഷണത്തിൽ ജീവിച്ചു, കുറ്റം പറച്ച് ജീവിച്ചു. ഹല്ലേലൂയ. ലോകത്തിന്റെ ഇഷ്ടമനുസരിച്ച്, പിശാചിന്റെ അധീശന് അനുസരിച്ച് അവന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നു നമ്മൾ. നമ്മൾ മറ്റുള്ളവരെ പോലെ ക്രോധത്തിന്റെ മക്കളായിരുന്നു. ഹല്ലേലൂയ. കണ്ടോ, ക്രോധത്തിന്റെ, അസൂയയുടെ, വിദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ, വൈരാഗ്യത്തിന്റെ മക്കളായിരുന്നു. മാത്രമല്ല പറഞ്ഞത്, ജഡപ്രകാരം അവന്റെ ശരീരത്തിന്റെ അഭിലാഷങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് അവൻ നടന്നു. ലോകപ്രകാരം നടന്ന മക്കളായിരുന്നു നമ്മൾ. കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ഈ പാപത്തിൽ നിന്ന് മാറി നീ വീണ്ടും ജനിച്ച ഒരു പുതിയ വ്യക്തിയായി മാറണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആണ് നീ പാപത്തെ വിട്ടെറിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെയാകാനാണ് ദൈവം നിന്റെ ഈ സ്നാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഫേസ്യസ് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 22 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്നും രൂപം കൊണ്ട
വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, വചനം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ നീ ദൂരെ എറിയണം. ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ നീ ദൂരെ എറിഞ്ഞു കളയാനായിട്ടാണ് വിശുദ്ധ വചനം കൊണ്ട് നീ കഴുകി വെണ്മയുള്ളതായി നീ മാറണമെന്ന് കർത്താവ് പറയുക. എന്നിട്ട് പറയുക, 21-ാം വാക്യം പറയുന്നു, മനസ്സിന്റെ ആ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെട്ട യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനെ നീ ധരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നിന്റെ പഴയ മനുഷ്യനെ ദൂരെ എടുത്ത് കളഞ്ഞിട്ട് നീ ദൈവത്തിന്റെ ഇഷ്ടമുള്ള ഒരു പുതിയ മനുഷ്യനെ മനസ്സിന്റെ ചൈതന്യം വഴി നവീകരിക്കപ്പെട്ട വിശുദ്ധിയിലും നീതിയുള്ള ഒരു പുതിയ വ്യക്തിയായി നീ മാറണം. ഒരു പുതിയ വ്യക്തിത്വത്തിന്റെ ഉടമയായി നീ മാറണം. എന്നാൽ മാത്രമേ നിനക്ക് സ്നാനം കൊണ്ട് പ്രയോജനമുള്ളൂ. ഹല്ലേലൂയ. നീ ഒരു പുതിയ മനുഷ്യനെ ധരിക്കണം. എന്നുവെച്ചാൽ പഴയതിനെ എടുത്ത് ദൂരെ എറിഞ്ഞു കളയണം. അപ്പോൾ ആ പഴയതിനെ എടുത്ത് എറിയുന്നതാണ് അവനോടുകൂടെ മരിച്ച് അടക്കപ്പെടുന്നത്. അവനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ടു. നീ പഴയ മനുഷ്യൻ പോയി, അവരോട് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നീ ഒരു പുതിയതായി മാറണം. യോഹന്നാന്റെ സുവിശേഷത്തില് നീ ഒരു പുതിയ വ്യക്തിയാകുന്നതിനെ കുറിച്ച് ഇവിടെ പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 3-ാം തിരുവചനം. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി. ഓ സ്തോത്രം. കണ്ടോ, ഇവിടെ പറയുന്നുണ്ടോ, ഞാൻ നിങ്ങളോട് പറഞ്ഞ ജീവന്റെ വചനപ്രകാരം നിങ്ങൾ ശുദ്ധിയുള്ളവരായി മാറി. എന്ന് വെച്ചാൽ പഴയതിനെ ദൂരെ എടുത്ത് കളഞ്ഞപ്പോൾ നീ വിശുദ്ധമായ വചനത്തിന്റെ പിന്നാലെ സഞ്ചരിക്കാന്ന് പറഞ്ഞപ്പോൾ, നീ വചനം കേട്ടനുസരിച്ചപ്പോൾ, നീ ഇവിടെ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ വചന നിമിത്തം, ഞാൻ നിങ്ങളോട് പ്രഘോഷിച്ച വചന നിമിത്തം, നിങ്ങൾ കേട്ട വചന നിമിത്തം നിങ്ങളൊരു പുതിയ വ്യക്തിയായി, ഒരു വിശുദ്ധീകരിക്കപ്പെട്ട ശുദ്ധിയുള്ള വ്യക്തിയായി നമ്മൾ ഓരോരുത്തരും മാറി. ശിക്ഷാവിധിയിൽ നിന്നും നമ്മൾ മോചിതരായി. നമ്മൾ വിശുദ്ധീകരിക്കപ്പെടേണ്ടത്, സ്നാനപ്പെടേണ്ടത് ദൈവത്തിൻ്റെ വചനപ്രകാരമായിരിക്കണം. ദൈവം പറയുന്ന ദൈവത്തിൻ്റെ വചനത്താൽ നമ്മൾ കഴുകി, വചനം കൊണ്ട് കഴുകി ആ വെണ്മയുള്ളതായി നമ്മൾ മാറണം. അവനോടുകൂടെ പാപത്തിൽ മരിച്ച് അടക്കപ്പെട്ട് അവനോട് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഒരു പുതിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായി നമ്മൾ എഴുന്നേൽക്കണം. ഇന്ന് ഓരോ സഭകളിലും ഓരോ തരത്തിലുള്ള സ്നാനമാണുള്ളത്. ഇന്ന് ശിശു സ്നാനമുണ്ട്, വെള്ളം തളിക്കൽ സ്നാനമുണ്ട്, കൊടിക്കീഴിലുള്ള സ്നാനമുണ്ട്, മുതിർന്നതിന് ശേഷമുള്ള സ്നാനമുണ്ട്. ഇന്ന് അങ്ങനെ വിവിധങ്ങളായ സ്നാനം ഉള്ള സഭകളാണ് ഉള്ളത്. പൗരോഹിത്യ സഭയിൽ ശിശുസ്നാനമാണുള്ളത്. ശിശുസ്നാനം മറ്റ് സഭക്കാർ പറയും അത് തെറ്റാണ്, ശിശുസ്നാനം പാടില്ല, അത് തെറ്റാണെന്ന് പറയും. പഴയ നിയമം നമ്മൾ നോക്കിയാൽ 40-ാം ദിവസം പരിച്ഛേദന ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ആ പരിച്ഛേദനത്തിന്റെ ഭാഗമായിട്ട് സ്നാനത്തെ അവർ സ്വീകരിച്ചു. അതുകൊണ്ടാണ് 40 ദിവസം കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുന്നത്. ഇപ്പോൾ 40, 30, 50 ഒക്കെ കഴിയും. പക്ഷെ ശിശുവായിരിക്കുന്ന സമയത്ത് തന്നെ അവർ സ്നാനപ്പെടുത്തും. അവർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പരിച്ഛേദന 40-ാം ദിവസമായിരുന്നു, അതുപോലെ സ്നാനം 40-ാം ദിവസം തെറ്റില്ല എന്നവർ പറയുന്നത്. മാത്രമല്ല അവർ പറയുന്നത്, ആ സ്നാനത്തിൽ കുഞ്ഞുനാളായിരിക്കുമ്പോൾ സാക്ഷികളുടെ മുമ്പിൽ വെച്ച് അവരെ സ്നാനപ്പെടുത്തുമ്പോൾ തലോട്ടമ്മയും ഒക്കെ കാണും, മാതാപിതാക്കൾ കാണും, അനേകം മക്കൾ കൂടും. ഇവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് യേശുവിന്റെ നാമത്തിൽ ഇന്ന പേര് നിനക്ക് നാമകരണം ചെയ്യുന്നത്. ആ സ്നാനം അവർ തെറ്റ് അല്ല എന്ന് പറയുന്നു. മറ്റുള്ളവർ പറയുന്നത്, മുതിർന്ന സ്നാനം ഏറ്റില്ല എങ്കിൽ, കുഞ്ഞുങ്ങൾക്ക് ബോധമില്ലാത്ത സമയത്ത് സ്നാനം നൽകിയിട്ട് അവർക്ക് എന്തു പ്രയോജനം? ഇവരുടെ മാതാപിതാക്കൾ പറയുന്നത്, കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾ സ്നാനം നൽകുന്നു, പക്ഷെ ആ കുഞ്ഞുങ്ങൾ ദൈവവചനപ്രകാരം, ക്രിസ്തുവിൻ്റെ നിയമപ്രകാരം, ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ജീവിച്ചാൽ അവരെന്തുകൊണ്ട് ആ സ്നാനം ശരിയല്ലാതായി മാറും? വചനം സ്വീകരിക്കാതെ, വചനം കേൾക്കാതെ ലോകപ്രകാരം പോയാൽ നമുക്ക് പറയാൻ പറ്റും, നമുക്ക് ആ സ്നാനം കൊണ്ട് പ്രയോജനമില്ലെന്ന് പറയും.
അവർ ദൈവവചനപ്രകാരം പോവുകയാണെങ്കിൽ ഒരിക്കലും അവരുടെ സ്നാനം തെറ്റെന്ന് പറയാൻ പറ്റത്തില്ലെന്നാണ് അവർ വാദിക്കുന്നത്. മാത്രമല്ല, അപ്പോസ്തല പ്രവൃത്തി 16:31 നമുക്കറിയാം. വാതിൽ കാവൽക്കാരൻ ചോദിക്കുന്നുണ്ട്, ഞാൻ രക്ഷ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം? പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, നീ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ പൗരോഹിത്യ സഭ പറയുന്നത്, വാതിൽ കാവൽക്കാരൻ സ്നാനം സ്വീകരിച്ചപ്പോൾ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ഇവൻ മാത്രമല്ല, ഇവന്റെ കുടുംബത്തിൽ അവന്റെ ഭാര്യ കാണും, മക്കൾ കാണും, മുതിർന്നവർ കാണും, കുഞ്ഞുങ്ങൾ കാണും, അവരെല്ലാവരും രക്ഷിക്കപ്പെട്ടില്ലയോ, സ്നാനപ്പെട്ടില്ലയോ എന്നാണ് അവർ ചോദിക്കുന്നത്. മറ്റൊന്ന് പറയുന്നുണ്ട്, സ്തഫാനോസിനെ സ്നാനപ്പെടുത്തിയപ്പോൾ അവന്റെ കുടുംബം മുഴുവൻ ഉണ്ടായിരുന്നു, അവിടെയും കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഈ ശിശു സ്നാനം കൊണ്ട് തെറ്റില്ല എന്നവർ വാദിക്കുന്നു. മാത്രമല്ല, എഫെസ്യസ് ലേഖനത്തിൽ 4-ാം അധ്യായം അതിന്റെ 5-6 തിരുവചനം, ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനമേ ഉള്ളൂ. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു സ്നാനമേ ഉള്ളൂ. അത് ചെറിയ കുട്ടിയായിരിക്കുന്നോ വലുതായിരിക്കുന്നോ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു വിശ്വാസവും ഒരു കർത്താവും ഒരു സ്നാനമേ ഉള്ളൂ. എപ്പോഴും സ്നാനപ്പെടേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. സകലത്തിലും ഉപരിയും സകലത്തിലൂടെയും സകലത്തിലും പ്രവർത്തിക്കുന്നവനും നമ്മുടെ എല്ലാം പിതാവുമായ ദൈവം ഒരുവൻ മാത്രം. എവിടെ ഒന്നുകൂടെ നിർത്തി വായിക്കാമോ? സകലത്തിൽ ഉപരിയും സകലത്തിലൂടെയും സകലത്തിലും വർദ്ധിക്കുന്നവനും നമ്മുടെ എല്ലാം പിതാവായ ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു സ്നാനമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റൊരു സ്നാനം വേണ്ട എന്ന് വെച്ചാൽ, അന്ന് കുഞ്ഞുനാൾ സ്നാനം സ്വീകരിച്ചാൽ അവൻ വിശുദ്ധമായ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ, ആ കർത്താവിൻ്റെ കൽപ്പനാപ്രകാരം പോയി കഴിഞ്ഞാൽ അവൻ വിശുദ്ധനായി തീരും. അവൻ കർത്താവിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയായി തീരും. മാത്രമല്ല, കത്തോലിക്ക സഭയിൽ എല്ലാ വർഷവും ഈസ്റ്റർ രാത്രിയിൽ പുതുവെള്ളവും പുതിയ തിരിയൊക്കെ കത്തിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. യഥാർത്ഥത്തിൽ അന്ന് ഓരോ പാവങ്ങൾ ഒരുപാട് സമയം അന്ന് ദേവാലയത്തിൽ നിൽക്കണം. നിന്ന് ഓരോ സമയങ്ങളിലും ഓരോ വചനങ്ങൾ വായിക്കും. അത് നമ്മളെ കൊണ്ട് ഏറ്റുപറയിപ്പിക്കും. അങ്ങനെ പാപത്തിൻ്റെ മോചനത്തിനുള്ള അനുതാപത്തിൻ്റെ ശുശ്രൂഷയുണ്ട്. അത് എന്ന് വെച്ചാൽ അവിടെ സ്നാനം പുതുക്കുന്ന ഒരു ദിനമാണ്. ഇന്ന് പലർക്കും അത് അറിഞ്ഞുകൂടാ. അങ്ങനെ അറിയാവുന്നവർ പറഞ്ഞത്, ഞങ്ങളുടെ എല്ലാ വർഷവും ഞങ്ങൾ സ്നാനം പുതുക്കാറുണ്ട്, അതുകൊണ്ട് മറ്റൊരു സ്നാനത്തിൻ്റെ ആവശ്യകത ഞങ്ങൾക്കില്ല എന്നാണ് അവർ വാദിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ പറയുന്നത്, ഞങ്ങൾക്ക് ശിശുസ്നാനം തെറ്റല്ല, ശിശുസ്നാനം സ്വീകരിച്ചാലും ഞങ്ങളുടെ മക്കളൊക്കെ ദൈവവചനപ്രകാരം പോവുകയാണ്, ഞങ്ങൾക്കിങ്ങനെ ഓരോ ദിവസവും ഓരോ വർഷവും ഞങ്ങളുടെ സ്നാനത്തെ പുതുക്കുന്നുണ്ട്, അതുകൊണ്ട് മറ്റൊരു സ്നാനത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ മറ്റുള്ള സഭകളിൽ മുതിർന്ന സ്നാനം വേണം എന്ന് നിർബന്ധമായി നിൽക്കുന്നവരുണ്ട്. മുതിർന്ന സ്നാനം സ്വീകരിച്ചാൽ മാത്രമേ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അതൊന്നും തെറ്റല്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാം തിരുവചനമാണ്. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ഹല്ലേലൂയ. ജലത്താലും ആത്മാവിലാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ഇവിടെ പറയാണ്, നീ ജലത്താലും ആത്മാവിനാലും ജനിക്കണം. നമ്മൾ ബൈബിൾ ഉടനീളം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, രക്ഷ കടന്നു വരുന്നത് ഒരു മനുഷ്യൻ്റെ വിശ്വാസം മൂലമാണ്. ഒരു മനുഷ്യൻ ദൈവവചനത്തിൽ വിശ്വസിക്കുന്നത് വഴി അവൻ്റെ ജീവിതത്തിലേക്ക് രക്ഷ കടന്നു വരുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാം തിരുവചനം പറയാ, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. എന്താണ് വെള്ളം? വെള്ളം എന്ന് പറയുന്നത് ജീവന്റെ വചനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, വചനത്താൽ നീ കഴുകി വെണ്മയുള്ളതായി മാറണം. വചനം കൊണ്ട് നീ കഴുകി, വചനത്താൽ കഴുകി വെണ്മയുള്ളതായി നീ മാറിയില്ല എങ്കിൽ നീ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. ആദ്യം നമുക്കുണ്ടാകേണ്ടത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണം കേട്ട് നിനക്ക് മാനസാന്തരമുണ്ടായി നീ ദൈവത്തിൻ്റെ കൂടെ ഇരുന്ന് അവൻ്റെ കൽപ്പനകളെ മുറുകെ പിടിച്ച് അവൻ്റെ ഹിതപ്രകാരം പോകുന്നതിനായി മാറുമ്പോഴാണ് നിനക്ക് ആ സ്നാനം കൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലാതെ നമ്മൾ ചുമ്മാതെ പോയി വെള്ളത്തിൽ മുങ്ങിയിട്ട് എന്താ ഫലം? ഒരു ഫലവുമില്ല. എഫെസ്യസ് ലേഖനം 5-ാം അധ്യായം അതിന്റെ 26-ാം തിരുവചനം പറയാ, അവൻ സഭയെ
അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ആ ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി മാറ്റി. പ്രധാനമായിട്ട് പറയുന്നത് ഇവിടെ വളരെ പ്രധാനമായി പറയുന്നത് നീ വചനം കൊണ്ട് നിന്നെ വെണ്മയുള്ള ഒരു വ്യക്തിയായി നീ മാറണം. വചനത്താൽ നീ കഴുകപ്പെടണം. വചനത്താൽ നീ വെണ്മയുള്ളതായി മാറണം എന്നാണ് ഇവിടെ വചനം പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. എന്താണ് വചനം? നമ്മൾ വചനത്താൽ വെണ്മയുള്ളതായി മാറണം. യാക്കോബിന്റെ ലേഖനത്തില് 1-ാം അധ്യായം അതിന്റെ 18-ാം തിരുവചനം പറയാം. തന്റെ സൃഷ്ടികളിൽ നമ്മൾ ആദ്യ ഫലമാകേണ്ടതിന് സത്യത്തിന്റെ വചനത്താൽ സത്യത്തിന്റെ വചനത്താൽ നമ്മൾക്ക് ജന്മം നൽകാൻ അവിടുന്ന് തിരുമനസ്സായി. അപ്പോൾ നമ്മളെ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? തൻ്റെ വചനത്താൽ. വചനത്താൽ നമ്മളെ സൃഷ്ടിക്കപ്പെട്ടു. വചനത്താലാണ് ദൈവം ജന്മം നൽകിയത്. വചനത്താൽ നമ്മൾ വെണ്മയുള്ളവരായി ഓരോരുത്തരും മാറി. വചനത്താൽ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടു. വചനമാണ് നമ്മൾ ക്രിയ ചെയ്തത്. ഒരു മനുഷ്യനെ മാറ്റിയെടുക്കുന്നത് വെള്ളം മാത്രമല്ല, വചനത്താലാണ് കഴിവേണ്ടത്. വചനത്താൽ നമ്മൾ കഴുകി ശുദ്ധിയുള്ളവരായി നമ്മൾ മാറണം. ആ വചനമാണ് നമുക്ക് ജന്മം നൽകിയത്. എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ ദൈവത്തിൻ്റെ ആദ്യ ഫലമാകേണ്ടതിന്, ഒന്നാമത് അവൻ്റെ കൂടിരിക്കേണ്ടതിന്, അവനോട് കൂടിയിരിക്കേണ്ടതിന് നമ്മൾ വചനത്താൽ നമുക്ക് ജന്മം നൽകി. ആ വചനം നമ്മളെ വിശുദ്ധീകരിച്ചു. നമ്മൾ ലോകത്തിലൊക്കെ ജീവിച്ചു. വചനം ഉള്ളതുകൊണ്ട് ആ വചനം നമ്മൾ പാപം ചെയ്തുവെങ്കിൽ പോലും നമ്മളെ ആ വചനം കൊണ്ട് കഴുകി നമ്മൾ വെണ്മയുള്ളതാക്കി അവിടുന്ന് മാറ്റി. നമ്മളിവിടെ എങ്ങനെ ആയിരിക്കണം? നമ്മൾ വചനം കൊണ്ട് നമുക്ക് വെണ്മയുള്ളതായി നമ്മൾ മാറി. വചനത്താൽ നമ്മൾ ജനിച്ചു. ആ വചനത്തിൽ നമ്മൾ ലോകപ്രകാരം പോയപ്പോൾ അവൻ്റെ വചനം നമ്മൾ വീണ്ടും കേട്ടു. നമ്മളൊരു പുതിയ വ്യക്തിയായി, പാപത്തെ ദൂരെ എറിഞ്ഞു കളഞ്ഞു, ഒരു പുതിയ വ്യക്തിയായി നമ്മൾ മാറി. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, സത്യത്തിൻ്റെ വചനത്താൽ നമുക്ക് ജന്മം നൽകി. ഹല്ലേലൂയ. വചനത്താൽ നമ്മൾ വീണ്ടും ജനിച്ചു. വചനത്താലാണ് നമ്മളെ വെണ്മയുള്ളതാക്കി സൃഷ്ടിച്ചതെന്ന് പറഞ്ഞു. യാക്കോബിന്റെ ലേഖനം പറഞ്ഞു, നമ്മൾക്ക് വചനത്താലാണ് ജന്മം നൽകിയെന്ന് പറഞ്ഞു. എന്നാൽ നമ്മൾ പാപങ്ങളും അപരാധങ്ങൾ ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും അനുതാപത്തിൽ, വചനം കേട്ട് അനുതാപത്തിലേക്ക് വന്നു. അങ്ങനെ നമ്മുടെ പഴയ മനുഷ്യനെ ദൂരെ എറിഞ്ഞു കളഞ്ഞു. നമ്മൾ പുതിയ വ്യക്തിയായി മാറുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ പാപത്തിൽ നിന്ന് നമ്മൾ മോചനം നേടിയവരായി മാറണം. അതുപോലൊരു പുതിയ മനുഷ്യനായി തീർന്ന് ദൈവത്തിൻ്റെ ആത്മീയ ബന്ധത്തെ, ദൈവവുമായൊരു ആത്മീയ ബന്ധം സ്ഥാപിച്ച് പരിശുദ്ധാത്മാവിനെ നേടി, പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും വരങ്ങളും ദാനങ്ങളും നേടിയ ഒരു വ്യക്തിയായി നമ്മൾ മാറുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നേടി അങ്ങനെ ദൈവസഭയിലെ ഒരംഗമായി നമ്മൾ മാറിക്കഴിയുമ്പോൾ ദൈവത്തിൽ നിന്ന് കൃപകളും ദാനങ്ങളും വരങ്ങളും ഒക്കെ അവൻ്റെ മേൽ ചൊരിയാനിടയായി തീരും. അതുകൊണ്ടാണ് സ്നാനമേൽക്കുന്നവർ ഒരു പുതിയ വ്യക്തിയായി കഴിയുന്നത്. എന്നാൽ നിങ്ങൾ ചോദിക്കും, ക്രിസ്ത്യാനിക്ക് സ്നാനം ആവശ്യമില്ലേ? ഞാൻ പറയുന്നത് സ്നാനം ആവശ്യമുണ്ട്. സ്നാനം ക്രിസ്ത്യാനിക്ക് വേണം. അത് മുതിർന്ന സ്നാനമോ അല്ലെങ്കിൽ ശിശു സ്നാനമോ എന്നുള്ളതല്ല. നമുക്കൊരു വിശുദ്ധമായ ജീവിതമാണ് അതിനേക്കാൾ പ്രധാനം. സ്നാനം ആവശ്യമാണെന്ന് ചോദിച്ചാൽ സ്നാനം ആവശ്യമുണ്ട്, സ്നാനപ്പെടണം. പക്ഷേ ദൈവം പറയുന്നത് ഒരു മനുഷ്യൻ സ്നാനപ്പെടുന്നത് കൊണ്ട് മാത്രം സ്വർഗരാജ്യത്തിൽ അംഗമാകത്തില്ല. അവനൊരു വിശുദ്ധി ഉണ്ടായിരിക്കണം. വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയില്ലെന്ന് വിശുദ്ധ വചനം വളരെ വ്യക്തമായി എഴുതിയിരിക്കുക. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ കൂടെ നടക്കണമെങ്കിൽ ഒരുവൻ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടത് കൊണ്ട് മാത്രം ആകത്തില്ല. അവനൊരു വിശുദ്ധിയും വേർപാടും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. വിശുദ്ധിയും വേർപാടും ഇല്ലെങ്കിൽ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ തീരുമാനമെടുക്കണം. നമ്മൾ ശിശു സ്നാനം സ്വീകരിച്ചോ മുതിർന്ന സ്നാനം സ്വീകരിച്ചോ അതെന്തുമായിക്കോട്ടെ, അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ പറഞ്ഞത് നീ സ്നാനം സ്വീകരിക്കണം, അതാവശ്യമാണ്. എന്നാൽ നിനക്കതിനേക്കാൾ ഉപരി നിനക്കൊരു വിശുദ്ധമായ ജീവിതം, നിനക്കൊരു മറ്റുള്ളവരിൽ നിന്ന് വേർപാടുള്ളൊരു ജീവിതം, ലോകത്ത് നിന്ന് മാറി ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുന്നൊരു ജീവിതം നിന്റെ ജീവിതത്തിൽ നിനക്കുണ്ടാകണം. എന്നാൽ മാത്രമേ നീ ക്രിസ്തുവിൻ്റെ സഭയിലെ അംഗമായി മാറുകയുള്ളൂ. എന്നാൽ മാത്രമേ ക്രിസ്തുവിൻ്റെ സഭയിലെ ഒരംഗമായി നിങ്ങൾ മാറുകയുള്ളൂ. എന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ രണ്ടാമത്തെ വരവിൽ അവനോടുകൂടെ എടുക്കപ്പെടുകയുള്ളൂ.
അതിനായിട്ട് നമുക്ക് ക്രിസ്തുവിനോട് നമുക്കായിരിക്കണം. അവരുടെ കൂടെ നമുക്ക് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ നമ്മൾ എടുക്കപ്പെടണം. അതുകൊണ്ട് എനിക്ക് വിശുദ്ധമായ ജീവിതം നയിക്കണം. സ്നാനപ്പെട്ട വിശുദ്ധമായൊരു ജീവിതം നയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും തയ്യാറാകാം. സഹോദരങ്ങളെ, എല്ലാവരെയും സർവ്വശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ.